السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും സത്യദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട് നമ്മൾ അവൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ അത്യുത്തമമായ സംജ്ഞകളിൽ നാമങ്ങളിൽ അൽ ഗനി എന്ന നാമമാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 18 തവണ അവൻ്റെ അൽ ഗനി എന്ന നാമം ഉണർത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അൽ ഗനി എന്ന നാമം അവൻ്റെ ധന്യതയെയും പരിപൂർണതയെയും അവൻ പരാശ്രയ മുക്തനാണ് എന്നതിനെയുമാണ് അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും സൃഷ്ടികളിലേക്ക് ആവശ്യക്കാരനല്ല. എല്ലാ സൃഷ്ടികളും ആവശ്യക്കാരനായ ധന്യനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വറബ്ബുകൽ ഗനിയ്യു ദുർ റഹ്മ. വറബ്ബുകൽ ഗനി, നിന്റെ റബ്ബ് ഗനിയാകുന്നു, പരാശ്രയമുക്തനും ധന്യനുമാകുന്നു. ദുർ റഹ്മ, കാരുണ്യമുള്ളവനുമാകുന്നു. കാരുണ്യമുള്ള ഗനി, പരാശ്രയമുക്തനും ധന്യനുമാകുന്നു നിന്റെ റബ്ബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിചയപ്പെടുത്തി വിശുദ്ധ ഖുർആനിൽ ഉണർത്തുകയാണ്. മറ്റിടത്ത് അല്ലാഹു പറഞ്ഞു, ഖാലു ഇത്തഖദല്ലാഹു വലദ, ആളുകൾ പറഞ്ഞു അല്ലാഹു ഒരു സന്തതിയെ സ്വീകരിച്ചിരിക്കുന്നു. സുബ്ഹാനഹ്, അല്ലാഹു പരമ പരിശുദ്ധനാണ്. ഹുവൽ ഗനി, അല്ലാഹു പരാശ്രയമുക്തനായ ധന്യനാകുന്നു. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അല്ലാഹുവിന് മാത്രമാകുന്നു. ഇൻ ഇൻദകും മിൻ സുൽത്താനിൻ ബിഹാദ, അല്ലാഹുവിന് സന്തതികളുണ്ട് എന്നതിന് നിങ്ങളുടെ പക്കൽ യാതൊരു തെളിവുമില്ല. അതഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിവില്ലാത്തത് നിങ്ങൾ പറഞ്ഞു അള്ളാഹുവിനെ കുറിച്ച് പറയുകയാണോ? ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സന്തതികളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനഹു ഹുവൽ ഗനി, അല്ലാഹു പരമപരിശുദ്ധനാകുന്നു. അല്ലാഹു അൽ ഗനി, പരാശ്രയമുക്തനും ധന്യനുമാണ് എന്നാണ് ആ അപകടകരമായ വാദം ഉന്നയിച്ചവരോട് പറയുന്നത്. അപ്പോൾ ഇവിടെ അല്ലാഹു അവൻ്റെ ഗിന, ധന്യത എന്ന വിശേഷണത്തെ നമ്മളെ ഉണർത്തുകയാണ്.
മറ്റിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹാ അൻതും ഹൗലായി തുദ്ഊന ലിതുൻഫിഖൂ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചിലവഴിക്കുവാൻ നിങ്ങളിതാ ക്ഷണിക്കപ്പെടുന്നു. ഫമിൻകും മൻ യബ്ഖൽ, അപ്പോൾ നിങ്ങളിൽ ചിലർ പിശുക്കുന്നവരാണ്. വമൻ യബ്ഖൽ, വല്ലവരും പിശുക്കുകയാണ് എങ്കിൽ ഫഇന്നമാ യബ്ഖലു അൻ നഫ്സിഹി, അവൻ സ്വന്തത്തോട് തന്നെയാണ് പിശുക്ക് കാണിക്കുന്നത്. വല്ലാഹുൽ ഗനിയ്യു വഅൻതുമുൽ ഫുഖറാ, അല്ലാഹു അൽ ഗനിയാണ്, പരാശ്രയമുക്തനാണ്, ധന്യനാണ്. വഅൻതുമുൽ ഫുഖറാ, നിങ്ങൾ ഫഖീറന്മാരാണ്, ദരിദ്രരാണ്. വഇൻ തതവല്ലൗ യസ്തബ്ദിൽ ഖൗമൻ ഗൈറകും സുമ്മ ലാ യകൂനു അംസാലകും, അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങളല്ലാത്തൊരു ജനവിഭാഗത്തെ പകരം കൊണ്ടുവരാൻ അള്ളാഹ്ക്ക് കഴിയും, നിങ്ങൾ പിന്തിരിയുകയാണ് എങ്കിൽ. അങ്ങനെ പകരം കൊണ്ടുവന്നാൽ ആ ആളുകൾ നിങ്ങളെപ്പോലെ ആവുകയില്ല. ഇവിടെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ പിശുക്കുന്നവരുണ്ട് എന്ന് പറയണം. വല്ലവരും പിശുക്കുന്നുവെങ്കിൽ അവർ പിശുക്ക് കാണിക്കുന്നത് സ്വന്തത്തോടാണ്. കാരണം എന്താ? അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അള്ളാഹ്ക്ക് ധന്യത കൂടാനും അള്ളാഹുവിൽ സമ്പത്ത് അള്ളാഹ്ക്ക് യഥേഷ്ടം ഉണ്ടാകാനുമല്ല. ചെലവഴിക്കുന്നതിൻ്റെ മഹത്വം ചെലവഴിക്കുന്നവർക്കാണ്. പിശുക്കുന്നവർ സ്വന്തത്തോടാണ് പിശുക്കുന്നത്. അള്ളാഹ്ക്ക് ആരും പൈസ കൊടുക്കേണ്ട കാര്യമല്ല. അല്ലാഹു ഹുവൽ ഗനി, വല്ലാഹുൽ ഗനി, അള്ളാഹു ആകുന്നു ധന്യൻ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? അള്ളാഹുവിൻ്റെ കഴിവിനെ കുറിച്ചാണ്, അവൻ്റെ പരിപൂർണതയെക്കുറിച്ചാണ്. പിന്നെ അള്ളാഹുവിന് നിങ്ങൾ ചെലവിന് കൊടുക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം, അള്ളാഹുവിന് കടം കൊടുക്കണം എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം എന്താ? അള്ളാഹ്ക്ക് വല്ലതും സ്വത്തായിട്ട് ഏറെ ഉണ്ടാകാനല്ല, അതിൻ്റെ ആവശ്യമല്ല. ഈ വാനങ്ങളിലുള്ളതെല്ലാം ഭൂമിയിലുള്ളതെല്ലാം ഈ ഉലകം മുഴുവൻ അള്ളാഹുവിൻ്റെ മിൽക്കാണ്, അവൻ്റെ ഉടമസ്ഥതയിലാണ്. അപ്പം നമ്മൾ ചെലവഴിക്കുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് തന്നെയാണ്. നമ്മൾ പിശിക്കിയാൽ അതിൻ്റെ കെടുതിയും നമുക്ക് എന്ന പോലെ. ഇൻ അഹ്സൻതും അഹ്സൻതും ലി അൻഫുസിക്കും, നിങ്ങൾ സുഹൃതം ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നിങ്ങൾ സുഹൃതം ചെയ്യുന്നത്. അള്ളാഹ്ക്ക് അതുകൊണ്ടെന്താ? വൈൻ അസഅ്തും ഫലഹ, തിന്മയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ആ തിന്മയുടെ ഫലം അത് നിങ്ങൾക്ക് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഗനി എന്ന് പറഞ്ഞു. ഹജ്ജിൻ്റെ വിഷയം, ഇപ്പം ഹജ്ജ് മാസത്തിലാണ് നമ്മളുള്ളത്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അള്ളാഹു തനിക്ക് ഗനി എന്ന പേര് സ്വീകരിച്ചൊരായത്താണത്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതഅ ഇലൈഹി സബീല. മക്കയിൽ എത്തിപ്പെടുവാൻ മാർഗം സാധ്യമായ ഒരു വ്യക്തി, ആളുകൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യുക എന്നുള്ളത് അവരുടെ മേൽ ബാധ്യതയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലവരും ഹജ്ജിനെ നിഷേധിച്ചാൽ, ഹജ്ജ് നിർബന്ധമാണെന്നതിനെ നിഷേധിച്ചു, ഹജ്ജ് ചെയ്യുന്നതിനെ നിഷേധിച്ചു, ഇങ്ങനെ വല്ലവരും നിഷേധിയായാൽ അള്ളാഹു എന്താ പറയുന്നത്? അല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ ആണ്. ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, ലോകരിൽ നിന്ന് അള്ളാഹു ധന്യനാണ് എന്നാണ്. ഹജ്ജ് ചെയ്യാത്തവരിൽ നിന്ന് ധന്യൻ എന്നല്ല പറഞ്ഞത്, ഹജ്ജ് ചെയ്യൽ ആളുകളുടെ മേൽ ബാധ്യതയാണ്. ഇനി വല്ലവരും നിഷേധിയായിട്ടുണ്ട് എങ്കിൽ ഈ ഹജ്ജ് ചെയ്യാത്തവരിൽ നിന്ന് അള്ളാഹു ധന്യൻ എന്നല്ല പറഞ്ഞത്. പിന്നെയോ മുഴുലോകരിൽ നിന്നും സമസ്ത സൃഷ്ടികളിൽ നിന്നും അള്ളാഹു ധന്യനാണ് എന്നാണ് പറഞ്ഞത്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഗിന, ഐശ്വര്യം, ധന്യത എത്ര വലുതാ! ഓരോ വിഷയത്തിൽ അങ്ങനെ. ഇപ്പം ദുൽഹജ്ജ് പറഞ്ഞ് കഴിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഉദ്ഹിയ്യ നൽകൽ ബാധ്യതയാണ്. ശരിയാണ്, ഭൂരിപക്ഷ പണ്ഡിതന്മാരും അത് പ്രബലമായ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ബലിമൃഗത്തെ വാങ്ങാൻ ശേഷിയുള്ള ആളുകൾ എത്ര ഉണ്ട്? അവനാൻ്റെ സ്വന്തത്തിൻ്റെ ചിലവൊക്കെ കഴിച്ച് മിച്ചം കയ്യിലിരിപ്പ് നോക്കിയാൽ ഒരാടിനെ വാങ്ങാൻ എത്ര കാശ് വേണം? 450 റിയാൽ അല്ലെങ്കിൽ 500 റിയാൽ. നാട്ടിലാണെങ്കിൽ 500 റിയാലിൻ്റെ
ഇന്ത്യൻ രൂപ നോക്കിയിട്ടുണ്ട് എങ്കിൽ അത്ര തന്നെ ഒരു ആടിനെ വാങ്ങാം, കാശ് വേണ്ട. എന്നിട്ടും ഉദ്ഹിയ്യ ഇറക്കാൻ പിശിക്കുന്നവരെ കാണാൻ സാധിക്കും. ഒരു ബലിമൃഗത്തെ ഇറക്കാൻ പിശിക്കുന്നവരെ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഉദ്ഹിയ്യ സമർപ്പിക്കുവാൻ ശേഷി ഉണ്ടായിട്ടും ഉദ്ഹിയ്യ നൽകാത്തവൻ നമ്മുടെ ഈദ്ഗാഹിലേക്ക്, നമസ്കാര സ്ഥലത്തേക്ക് വരരുത്, അടുക്കരുത്. എന്തിനാ ഉദ്ഹിയ്യ ഇറക്കാൻ പറഞ്ഞത്? പടച്ചോനെ അതിൻ്റെ ഇറച്ചി എത്താനാ, അല്ലെങ്കിൽ അതിൻ്റെ തോലെത്താനാ? അള്ളാഹുവിലേക്ക് അതിൻ്റെ രക്തവും അതിൻ്റെ മാംസമൊന്നും എത്തൂല. അള്ളാഹുവിലേക്ക് എത്തുന്നത് നിങ്ങളുടെ തഖ്വയാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. നമ്മൾ ഉദ്ഹിയ്യ അറുത്താൽ അതിൻ്റെ ഫലം നമുക്കാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അൽ ഗനി, അള്ളാഹു പരാശ്രയമുക്തനാണ്, ധന്യനാണ്. നമ്മൾ ഇബാദത്തെടുത്താൽ അതിൻ്റെ ഫലം നമുക്ക്, നമ്മൾ സുഹൃതം പ്രവർത്തിച്ചാൽ അതിൻ്റെ ഫലം നമുക്ക്, നമ്മൾ ദാനധർമ്മം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം നമുക്ക്. നമ്മൾ പിശുക്കി വെച്ചാൽ അതിൻ്റെ ദുരിതവും നമുക്കെന്ന പോലെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഒരു നഷ്ടമോ കോട്ടമോ വരില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇല്ലായ്മ വല്ലായ്മ ഭയക്കേണ്ടതില്ലാത്ത വിധമുള്ള ധന്യനും പരാശ്രയമുക്തനുമാണ് അള്ളാഹു എന്നാണ് ഈ നാമം നമ്മളോട് ഉണർത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ ഒരു സംഭവം നടന്നു. അതെന്താ? മഴ പെയ്യാതെ വരൾച്ചയാണ്. അപ്പോൾ ആളുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, റസൂലെ വരൾച്ചയാണ്, മഴ പെയ്യേണ്ട സമയമായി, എന്നിട്ടും മഴയില്ല. അതുകൊണ്ട് എല്ലാവരും ആവലാതിപ്പെടാണ്, എന്താ മഴ പെയ്യാത്ത? ഇപ്പം നമ്മളുടെ ഈ സീസൺ, ഇപ്പം നമ്മളുള്ള സീസണിൽ നോക്കി മഴ പെയ്യേണ്ട ടൈമായി, മഴ വന്നിട്ടില്ല. ഇതേപോലെ മഴ പിന്തിയ ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ എല്ലാവരും റസൂലുള്ളാഹിനോട് വന്നിട്ട് മഴയില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? മുസല്ലയിൽ ഒരു മിമ്പർ ഒരുക്കാൻ പറഞ്ഞു. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഒരു മിമ്പർ ഒരുക്കാൻ പറഞ്ഞു. അങ്ങനെ മിമ്പർ ഒരുക്കി ജനങ്ങളോട് പറഞ്ഞു, ഇന്ന ദിവസം എല്ലാവരും ആ സ്ഥലത്തേക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മിമ്പറിൽ ചെന്നു, ആ സ്ഥലത്ത് ചെന്നു, മിമ്പറിലിരുന്നു. അങ്ങനെ തക്ബീർ ചൊല്ലി അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തിയതിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസംഗം, ഇന്നക്കും ശകൗതും ജദ്ബ ദിയാരിക്കും വസ്തിഖാറൽ മതർ അൻ ഇബ്മാനി സമാനിഹി അൻകും. നിങ്ങളുടെ നാട് വരൾച്ചയിൽ അകപ്പെട്ടത് നിങ്ങൾ ആവലാതിപ്പെട്ടു, മഴ സമയമായിട്ടും വരാത്തതിൽ നിങ്ങൾ പരിഭവപ്പെട്ടു. വഖദ് അമറക്കുമുല്ലാഹ് അൻ തദ്ഉ, അള്ളാഹു അവനോട് ദുആ ചെയ്യുവാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. വവഅദകും അയസ്തജീബ ലക്കും, അള്ളാഹു അവനോട് ദുആ ചെയ്താൽ ഉത്തരം ചെയ്യുമെന്ന് നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തത്? തിരുനബി പ്രകാരം മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ലാ ഇലാഹ ഇല്ലല്ലാഹു യഫ്അലു മാ യുരീദ് അല്ലാഹുമ്മ അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻതൽ ഗനിയ്യു വനഹ്നുൽ ഫുഖറാ അൻസിൽ അലൈനൽ ഗൈസ് വജഅൽ മാ അൻസൽത ലനാ ഖുവ്വതൻ വബലാഗൻ ഇലാ ഹീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. എല്ലാവർക്കും അതിൻ്റെ അർത്ഥം അറിയാം. എന്നിട്ട് എന്താ തിരുനബി പ്രാർത്ഥിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് യഫ്അലു മാ യുരീദ്, അള്ളാഹു മാത്രം ആരാധനയ്ക്ക് അർഹനായിട്ടുള്ളൂ, അവൻ ഉദ്ദേശിക്കുന്നത് അവന് പ്രവർത്തിക്കും. അല്ലാഹുമ്മ അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻതൽ ഗനി, അല്ലാഹുവേ നീ പരാശ്രയമുക്തനും ധന്യനുമാണ്. വനഹ്നുൽ ഫുഖറാ, ഞങ്ങൾ ദരിദ്രരാണ്, നിന്നിലേക്ക് ആവശ്യക്കാരാണ്. അൻസിൽ അലൈനൽ ഗൈസ്, നീ ഞങ്ങളുടെ മേൽ മഴ വർഷിക്കണമേ. വജ്അൽ മാ അൻസൽത ലനാ ഖുവ്വതൻ വബലാഗൻ ഇലാ ഹീൻ, നീ ഞങ്ങൾക്ക് അവതരിപ്പിക്കുന്ന മഴ നീ ഞങ്ങൾക്ക് ശക്തിയും അതേപോലെ തന്നെ ഞങ്ങൾക്ക് അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള താഖത്ത് ഇതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ദുആ ചെയ്തു. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആ ചെയ്തതിന് ശേഷം ജനങ്ങളിലേക്ക് തിരിഞ്ഞ്
അല്ല, റസൂലുള്ള ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരു കക്ഷത്തിലെയും വെള്ള കാണുവാൻ റസൂലുള്ള കൈകൾ രണ്ടും ആകാശത്തിലേക്ക് ഉയർത്തി ദുആ ചെയ്യുകയുണ്ടായി. ജനങ്ങളിലേക്ക് തിരിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞാണ് ദുആ ചെയ്തത്. ജനങ്ങളോട് പ്രസംഗിക്കുന്ന റസൂലുള്ള തിരിഞ്ഞ് അങ്ങനെ തൻ്റെ വസ്ത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചിട്ടു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദുആ ചെയ്ത് മിമ്പർമെന്ന് ഇറങ്ങിയിട്ട് 2 റക്അത്ത് നമസ്കരിച്ച്. അതാണ് മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരം. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല പറയാണ്, ഈ ദുആ റസൂലുള്ളാഹി നടത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളിലേക്ക് തിരിഞ്ഞിട്ടാണ് ദുആ ചെയ്യുന്നത്. കൈയിലെ ഈ വെള്ള ഭാഗം, കക്ഷത്തിൻ്റെ വെള്ള ഭാഗം റസൂലുള്ളാഹി കാണുവോളം ഉയർത്തിയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ റസൂലുള്ളാഹി എന്ത് ചെയ്ത്, അതുവരെ ജനങ്ങളിലേക്ക് തിരിഞ്ഞിട്ടാണ്. പിന്നെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ്, ജനങ്ങളിലേക്ക് റസൂലുള്ളാഹിൻ്റെ മുതുകു ഭാഗം വരും വിധം ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് റസൂലുള്ളാഹി തൻ്റെ വസ്ത്രം തിരിച്ചിട്ട്, അതൊക്കെ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഒരു മര്യാദയാണ്. എന്നിട്ട് വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. എന്നിട്ട് ഇറങ്ങിയിട്ട് റസൂലുള്ളാഹി 2 റക്അത്ത് നമസ്കരിച്ച്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല പറയാണ്, ഫഅൻഷ അല്ലാഹു സഹാബതൻ ഫറഅദത് വബറഖത് സുമ്മ അംതറത് ബിഇദ്നില്ലാഹ്. ഒരു കാർമുകിൽ ഇങ്ങനെ വന്ന് ഇടിവെട്ടി മിന്നൽ പിണറുണ്ടായി. അള്ളാഹുവിൻ്റെ അനുമതിയാൽ ആ കാർമുകിൽ മഴയായി പെയ്യാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസല്ലയിൽ നിന്ന് തൻ്റെ പള്ളിയിലേക്ക് എത്തുന്നതിന് മുമ്പ് മഴ പെയ്ത് ജലപ്രവാഹം തുടങ്ങി. അങ്ങനെ ഈ വെള്ളം വരുന്നത് കണ്ടതോട് കൂടിയിട്ട് ജനങ്ങളൊക്കെ അവരുടെ വീടുകളിലേക്ക് ഓടാൻ തുടങ്ങി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രംഗം കണ്ട് ചിരിച്ചു എന്നാണ്. കാരണം എന്താ, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വരൾച്ചയാണ്, വറുതിയാണ്, വെള്ളമല്ല. അതുകൊണ്ട് വെള്ളം എന്ന് സങ്കടപ്പെട്ടിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോഴെന്താ അവസ്ഥ? അവസ്ഥ വെള്ളം കണ്ട് വെള്ളത്തിൽ നിന്ന് ഓടുകയാണ് തിരിച്ച് വീട്ടിലേക്ക്. ജനങ്ങളുടെ ആ അവസ്ഥ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുകയുണ്ടായി. തിരുനബി പറഞ്ഞു, അഷ്ഹദു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നി അബ്ദുല്ലാഹി വ റസൂലുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്രകാരം പ്രഖ്യാപിക്കുകയുണ്ടായി എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, തിരുനബി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ ദുആയിൽ പ്രയോഗിച്ച അള്ളാഹുവിൻ്റെ നാമം അതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു യഫ്അലു മാ യുരീദ് അല്ലാഹുമ്മ അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻതൽ ഗനി വനഹ്നുൽ ഫുഖറാ. അല്ലാഹുവേ, നീയാകുന്നു ഗനി, ഞങ്ങൾ ഫുഖറാക്കളാകുന്നു, ഞങ്ങൾ ഫക്കീറന്മാരാകുന്നു എന്നുള്ളതായ പ്രയോഗമാണ്. എന്നിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അൻസിൽ അലൈനൽ ഗൈസ്, നീ ഞങ്ങളുടെ മേൽ മഴയെ വർഷിക്കണമേ. അപ്പോൾ ഇവിടെ ഈ തിരുമൊഴി ഇമാം ബുഖാരി മറ്റൊക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ അൽ ഗനി എന്ന് നാമം പ്രയോഗിച്ച ആ പ്രയോഗവും അതിൻ്റെ സന്ദർഭവുമാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. അള്ളാഹുവിന് ഗിന എന്ന വിശേഷണമുണ്ട്. ഗിന അല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ ധന്യത, അള്ളാഹു പരാശ്രയമുക്തൻ എന്ന അള്ളാഹുവിൻ്റെ വിശേഷണമാണ് അതറിയിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് ഗിനക്ക് വേണ്ടിയിട്ട് തേടുന്നത്. അള്ളാഹിൻ്റെ അടുത്ത് എന്തുണ്ട്? ധന്യത ഉണ്ട്. ആ ധന്യത അള്ളാഹു നമ്മളിലേക്ക് അരുളുവാൻ, ചൊരിയുവാൻ നമ്മൾ അള്ളാഹുവിനോട് ദുആ ഇരക്കുന്നത്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നി ബിഫദ്ലിക അമ്മൻ സിവാക് എന്ന ദുആ പഠിപ്പിച്ചില്ലേ? എന്താ ആ ദുആൻ്റെ പ്രത്യേകത? അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് കുറേ കടമുണ്ട്, അതുകൊണ്ട് എന്താണ് ചെയ്യുക? സങ്കടപ്പെടുകയാണ്. കടം വീടാൻ, കടത്തിൻ്റെ ഭാരം സങ്കടപ്പെടുകയാണ്. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു പറയാണ്, സ്വൈർ മലയോളം കുന്നുകൂടി ഭാരിച്ചതാണ് നിങ്ങളുടെ കടമെങ്കിലും ആ കടം നിങ്ങൾക്ക് പോകാൻ ഒരു ദുആ ഉണ്ട്, റസൂലുള്ളാഹി പഠിപ്പിച്ചൊരു ദുആ. അത് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. അങ്ങനെ അയാൾക്ക് അലി ഇബ്നു അബി താലിബ് റസൂലുള്ളാഹി പഠിപ്പിച്ച ദുആ പഠിപ്പിച്ചു കൊടുത്തത് എന്താ? അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക്, അള്ളാഹു നിൻ്റെ ഹറാമിനെ തൊട്ട് നീ എനിക്ക് നിൻ്റെ ഹലാലിൽ മതി വരുത്തേണമേ, ഹലാൽ മതി, അതിൽ തൃപ്തി ജനിപ്പിക്കണമേ. വഅഗ്നി ബിഫദ്ലിക് അമ്മൻ സിവാക്, വഅഗ്നി ബിഫദ്ലിക്, നിൻ്റെ ഔദാര്യത്താൽ നീ എനിക്ക് ധന്യത പകരണമേ, നൽകണമേ. അമ്മൻ സിവാക്, നീ അല്ലാത്തവരിൽ നിന്നുള്ള ധന്യത അല്ല വേണ്ടത്. പിന്നെയോ
നിൻ്റെ ഔദാര്യത്താലുള്ള ധന്യത അത് നീ എനിക്ക് നൽകണമേ എന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹു ധന്യനാണ്. അള്ളാഹു ആർക്ക് ധന്യത അരുളിയോ അവനാണ് ധന്യത, ഉപകരിക്കുന്ന ധന്യത എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട സംഭവം ഇമാം ബുഖാരിയും മറ്റൊക്കെ റിവായത്ത് കാണാം. അതിലെന്താ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ബൈനമ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം യഗ്തസിലു ഉരിയാനൻ ഖറ അലൈഹി ജറാദും മിൻ ദഹബ്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം കുളിക്കുകയാണ്. തനിച്ച് കുളിക്കുമ്പോൾ അദ്ദേഹം വസ്ത്രം ഇല്ല, കുളിക്കുമ്പോൾ കുളിമുറിയിൽ ആരുമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം വിവസ്ത്രനായിട്ട് കുളിക്കുകയാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ സമയത്ത് സ്വർണത്തിൻ്റെ വെട്ടുകിളി അദ്ദേഹത്തിലേക്ക് ഇങ്ങനെ വീണ്. ഫജഅല യഹ്സി ഫി സൗബിഹി എന്നാണ്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ വസ്ത്രത്തിൽ അതിങ്ങനെ കോരിയെടുത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫനാദാഹു റബ്ബുഹു അസ്സ വജൽ. ഈ സമയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിച്ച്, യാ അയ്യൂബ്, അയ്യൂബ് അലം അകുൻ അഗ്നൈതുക്, നിങ്ങൾക്ക് വേണ്ട ധന്യത ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ? നിങ്ങൾക്ക് വേണ്ട ഐശ്വര്യം, ധന്യത അത് നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ എന്ന് അള്ളാഹു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിച്ചു. ഖാല, അപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ബല, അതെ അള്ളാഹുവെ നീ എന്നെ ധന്യനാക്കിയിട്ടുണ്ട്. യാ റബ്ബ് വലാകിൻ ലാ ഗിനാ ബി അൻ ബറകതിക്, എന്നാലും നിൻ്റെ ബറക്കത്ത്, ഔദാര്യം, നിൻ്റെ അനുഗ്രഹം, അതിൽ നിന്ന് ഒരിക്കലും എനിക്ക് ധന്യനാകാൻ കഴിയില്ല. അതുകൊണ്ട് നിൻ്റെ അനുഗ്രഹം ഈ സ്വർണമായിട്ട് ഇറങ്ങിയപ്പോൾ അത് ലഭിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിത് വാരിയെടുത്തത് എന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഈ സംഭവം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ദീനം കൊണ്ട് വലഞ്ഞ് നീണ്ട വർഷങ്ങൾ രോഗത്താൽ പരീക്ഷിക്കപ്പെട്ട്, മക്കൾ മരണപ്പെട്ട്, കുട്ടുകുടുംബാദികൾ അദ്ദേഹത്തിന് ദൂരപ്പെട്ട്, അദ്ദേഹം ഏകാന്തതയിൽ വിഷമതകൾ സഹിച്ച് വേദനകൾ തിന്ന് കാലം കഴിച്ച പ്രവാചകനാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അദ്ദേഹം ദുആ ചെയ്തു, അള്ളാഹുവേ എനിക്ക് ദുരിതം ബാധിച്ചിരിക്കുന്നു, നീ കാരുണ്യവാനാണല്ലോ, എന്നാൽ നിൻ്റെ കരുണ എന്നിൽ നിൻ്റെ ശിഫയായി ആഫിയത്തായിട്ട് ചൊരിയണേ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം ദുആ ചെയ്തു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രോഗം അള്ളാഹു ഭേദപ്പെടുത്തി. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതിനേക്കാൾ 10 മടങ്ങാണ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയത്. സമ്പത്ത് തിരിച്ചു കിട്ടി. നഷ്ടപ്പെട്ടതിനേക്കാൾ കുറേ മക്കളെയും അദ്ദേഹത്തിൻ്റെ ഇണയെയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് നൽകി. അദ്ദേഹത്തിൻ്റെ ഭാര്യ അള്ളാഹു സുബ്ഹാനഹു വതആല ഗർഭധാരണത്തിന് പ്രാപ്തിയാക്കി. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട മക്കളേക്കാൾ അദ്ദേഹത്തിന് മക്കൾ ജനിക്കേണ്ടായി. അതിൽ പിന്നെയാണ് ഈ സംഭവം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുളിക്കുകയാണ്. അപ്പോൾ തനിച്ചു കുളിക്കുമ്പോൾ, ഒരാൾ ബാത്റൂമിൽ കുളിക്കുമ്പോൾ, ഇത് നമ്മുടെ ശരീഅത്തല്ല, പൂർവ്വകാലത്തുള്ളവരുടെ ശരീഅത്താണ്, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശരീഅത്താണ്. അപ്പോൾ തനിച്ചു കുളിക്കുമ്പോൾ വസ്ത്രം മുരിഞ്ഞു കുളിക്കാം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്രകാരം കുളിക്കുകയാണ്. അപ്പോഴാണ് സ്വർണത്തിൻ്റെ ഈ ജറാദ്, വെട്ടുകിളി മുകളിൽ നിന്ന് ഉതിർന്നു വീണത്. അപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് തൻ്റെ വസ്ത്രത്തിൽ കോരിയെടുത്ത് എന്നാണ്. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അയ്യൂബ് നബി, അത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. അള്ളാഹിൻ്റെ ചോദ്യം, അലം അകുൻ അഗ്നൈതുക്, അയ്യൂബ് നിങ്ങൾക്ക് വേണ്ട ധന്യത ഞാൻ നൽകിയിട്ടില്ലേ? രോഗം ഭേദപ്പെടുത്തി സ്വത്തൊക്കെ കൊടുത്തല്ലോ, പിന്നെ എന്തിനാണ് ഈ തത്രപ്പാടി എന്ന അർത്ഥത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അയ്യൂബ് നബിയോട് ചോദിക്കുന്നത്. അപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, അള്ളാഹുവേ എനിക്ക് വേണ്ട ധന്യത നീ എനിക്ക് നൽകിയിട്ടുണ്ട്, പക്ഷേ ലാ ഗിനാലി അൻ ബറകതിക്, നിൻ്റെ ബർക്കത്ത്, നിൻ്റെ ഖൈർ, നന്മ, നിൻ്റെ അനുഗ്രഹം, അതിൽ നിന്നൊരിക്കലും എനിക്ക് ധന്യനാകാൻ കഴിയില്ല. അതുകൊണ്ട് നിൻ്റെ ബർക്കത്തിനെ ഞാൻ തേടുകയാണ് എന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രതികരിക്കുകയുണ്ടായി എന്നാണ് ഈ ഹദീസിലുള്ളത്. ഹദീസ് സഹീഹായ ഹദീസാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിൻ്റെ മഹനീയമായ വിശേഷണം, അതാണ് അള്ളാഹുവിൻ്റെ ധന്യത. അള്ളാഹു സുബ്ഹാനഹു വതആല പരാശ്രയമുക്തനാണ് എന്നുള്ളതായ അള്ളാഹുവിൻ്റെ ആ സ്വഭാവവും പ്രത്യേകതയും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഞാൻ പറഞ്ഞു 18 സ്ഥലങ്ങളിൽ അൽ ഖനി എന്ന പേര് പറഞ്ഞു. എന്നാൽ പലയിടത്തും
അള്ളാഹു അൽ ഖനി എന്ന പേരിനെ ചേർത്ത് അൽ ഹമീദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവൻ ഖനിയാണ്, ഹമീദുമാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ പലയിടത്തും കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഖനിയുൻ ഹമീദ്, അൽ ഖനിയു അൽ ഹമീദ് എന്ന് പറഞ്ഞത്. എന്തിനാണ് അൽ ഖനി എന്ന നാമത്തോടൊപ്പം അൽ ഹമീദ് എന്ന നാമത്തെ ചേർത്ത് പറഞ്ഞത്? സൂറത്ത് ഹജ്ജിൽ പറയാണ് അല്ലാഹു ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വ ഇന്നല്ലാഹ ലഹുവൽ ഖനിയുൽ ഹമീദ്. അതേപോലെ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് ഇന്നല്ലാഹ ഹുവൽ ഖനിയുൽ ഹമീദ്. അതേപോലെ സൂറത്തുൽ ഹദീദിൽ അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖ്ൽ വമൻ യതവല്ല ഫഇന്നല്ലാഹ ഹുവൽ ഖനിയുൽ ഹമീദ്. അള്ളാഹു അൽ ഖനിയാണ്. നമ്മൾ ഖനീൻ്റെ അർത്ഥം മനസ്സിലാക്കി. അള്ളാഹു ധന്യനാണ്, പരാശ്രയമുക്തനാണ്. അതിനെ ചേർന്നിട്ട് എന്തിനാണ് അൽ ഹമീദ് എന്ന് പറയുന്നത്? അൽ ഹമീദ് അർത്ഥാക്കുന്നത്, അൽ ഹമീദ് എന്ന് പറഞ്ഞാൽ സ്തുത്യർഹൻ എന്നാണ്. അതേപോലെ സ്തുതി അർഹിക്കുന്നവരെ, പുകഴ്ത്തൽ അർഹിക്കുന്നവരെ പുകഴ്ത്തുന്നവൻ എന്നാണ്. അള്ളാഹു മറ്റുള്ളവരാൽ വാഴ്ത്തപ്പെടുന്നവനാണ്, പടപ്പുകളിൽ പുകഴ്ത്തൽ അർഹിക്കുന്നവരെ പുകഴ്ത്തുന്നവനുമാണ്. ഇതാണ് ഹമീദ് എന്ന അള്ളാഹുവിൻ്റെ പേരിൻ്റെ അർത്ഥം. അൽ ഖനിയിനെ തുടർന്ന് എന്തിനാണ് അൽ ഹമീദ് എന്ന് പറഞ്ഞത്? രണ്ട് പേരുകൾ ഒന്നിച്ചു വന്നാൽ ഓരോ പേരിനും മഹനീയമായ അർത്ഥമാണ്. രണ്ടും കൂടി ചേർന്നാൽ മറ്റൊരു മഹനീയമായ അർത്ഥം ഉരുത്തിരിയും ചെയ്യും. ലോകത്ത് പല സമ്പന്നരെയും നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. എന്താ സമ്പന്നന്മാരിൽ പലരുടെയും അവസ്ഥ? പഠിച്ചോ ഹിദായത്ത് നൽകിയവരൊഴിച്ച് അവരെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ചില ഉദാഹരണങ്ങൾ. പല സമ്പന്നരും അവർ സമ്പന്നതയുടെ മടിത്തട്ടിൽ ജീവിച്ചാൽ അവരുടെ ചെയ്തികൾ സ്തുത്യർഹാകില്ല. മറ്റുള്ളവരാൽ പ്രശംസിക്കപ്പെടുന്ന ചെയ്തികളോ പ്രവൃത്തികളോ അവരിൽ നിന്നുണ്ടാകില്ല. അവരുടെ വാക്കും അവരുടെ പ്രവൃത്തിയൊക്കെ എന്തായിരിക്കും? അപമാനകരായിരിക്കും. ഇസ്രായേലിയരിൽ 3 ആളുകളുടെ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരു കഷണ്ടിക്കാരൻ, ഒരു പാണ്ഡുരോഗി, അതേപോലെ ഒരു ബ്ലൈൻഡ്, അന്ധൻ. അതിൽ കഷണ്ടിക്കാരൻ, പാണ്ഡുരോഗി, ഇവർ രണ്ടാളും അതേപോലെ അന്ധനും ഒക്കെ പട്ടിണി പാവങ്ങളായിരുന്നു, ദരിദ്രരായിരുന്നു. അള്ളാഹു ഒരു പരീക്ഷണത്തിലൂടെ ഈ 3 ആൾക്കും സമ്പത്ത് കൊടുത്ത്. പാണ്ഡുരോഗിക്ക് പാണ്ഡുരോഗം ഭേദപ്പെടുത്തി കൊടുത്ത്, നല്ല ചർമ്മം അയാൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ. സമ്പത്തായി ഒട്ടകങ്ങൾ അയാൾക്ക് വിളഞ്ഞു. കഷണ്ടിക്കാരന് നല്ല തലമുടി, നല്ല കാന്തിയുള്ള തലമുടി. സമ്പത്തായിട്ട് അയാൾക്ക് പശുക്കൾ വിളഞ്ഞു. ബ്ലൈൻഡ് രോഗിക്ക്, അന്ധന് കാഴ്ച തിരിച്ചു കൊടുത്ത്. ആടുകൾ സമ്പത്തായിട്ട് വിളഞ്ഞു. ഇന്നലത്തെ പട്ടിണിക്കോലങ്ങൾ ഇന്നത്തെ ധന്യർ സമ്പന്നരായിട്ട് മാറുകയാണ്. ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ഈ പണക്കാരെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും മലക്കിനെ നിയോഗിച്ച് പരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ പാണ്ഡുരോഗിൻ്റെ അടുത്തേക്ക് ഒരു മലക്ക് ചെന്നിട്ട് പറയാണ്, വഴിപ്പോക്കനാണ്, ഒന്നുമില്ല, യാത്രാദൂരം നീ ശേഷിക്കുന്നുണ്ട്, യാത്രയുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ വല്ലതും തരണം, കുറേ ഉണ്ടല്ലോ നിങ്ങളടുത്ത്. അപ്പോൾ ഈ പണ്ടത്തെ പാണ്ഡുരോഗി, ഇപ്പോഴത്തെ ഇന്നലത്തെ മഴക്ക് മുളച്ച ഇന്നത്തെ തവര അറിയില്ലേ, അതുപോലത്തെ ഈ മുതലാളി അയാൾ പറയാണ്, ഇത്ര സമ്പത്തൊക്കെ ഉണ്ട് ശരിയാണ്, പക്ഷേ വളരെ കഷ്ടപ്പാടാണ്. ഇതിൽ നിന്നൊരു ഒട്ടകത്തെ തരിക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. മാത്രമല്ല വാറസ്തുഹു കാബിറൻ അൻ കാബിർ, ഈ ഒട്ടകങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണ് ഇതൊക്കെ ഇങ്ങനെ കുറേ ഉണ്ട് എന്ന്. ഇത് ഞങ്ങൾ കാക്കക്കാരണന്മാരിൽ നിന്ന് അനന്തരമെടുത്ത സ്വത്താണ് എന്ന് കള്ളം പറഞ്ഞു. അപ്പോൾ മലക്ക് പരീക്ഷണാർത്ഥം വീണ്ടും മറ്റേ പണ്ടത്തെ കഷണ്ടിക്കാരൻ്റെ അടുത്ത് പോയി. അയാളോട് പറയാണ്, ഞാനൊരു വഴിപോക്കനാണ്, എൻ്റെ യാത്രാ ലക്ഷ്യത്തിലെത്താൻ കുറച്ചുകൂടി പോകണം, യാത്രാ വിഭവങ്ങൾ തീർന്നു പോയി, പടച്ചോൻ പശുക്കളായിട്ട് കുറേ സ്വത്ത് നൽകിയിട്ടുണ്ട്, കുറച്ച് തന്നാൽ മതി, എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ പറ്റും, കുറേ വേണ്ട. അപ്പം പറയാണ്, കഷ്ടതകളാണ്, പ്രയാസങ്ങൾ, പശുക്കളെ കാണുന്നുണ്ട് എങ്കിൽ ഇതൊക്കെ വാറസ്തുഹു കാബിറൻ അൻ കാബിർ, ഇത് വാപ്പമാരിൽ നിന്ന് അനന്തരമെടുത്തിട്ട് കിട്ടിയ സ്വത്താണ് എന്ന് കള്ളം പറഞ്ഞു. എന്താ പറഞ്ഞത്? മലക്ക് പറഞ്ഞ്, ഞാൻ വഴിപോക്കനല്ല, ഞാനൊരു പരീക്ഷണമാണ്, പഠിച്ചവൻ പറഞ്ഞയച്ചാണ്.
നിങ്ങൾ കള്ളമാണ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ പൂർവ്വസ്ഥിതിയിലേക്ക് അള്ളാഹു നിങ്ങളെ മടക്കട്ടെ. പാണ്ഡരോഗിയായി, കഷണ്ടിക്കാരനായി, അവൻ്റെ ദാരിദ്ര്യം അവനിലേക്ക് തിരിച്ചു മടങ്ങണ്ടായി. പക്ഷേ ഈ പരീക്ഷണത്തിൽ അന്ധൻ വിജയിക്കണ്ടായി. കാരണം അന്ധൻ അയാളുടെ അടുത്തേക്ക് മലക്ക് ചെന്ന് ചോദിച്ചപ്പോൾ മലക്കിനോട് അന്ധൻ പറഞ്ഞത് എന്താ? പണ്ടത്തെ ബ്ലൈൻഡ് ഇപ്പോൾ കഴിച്ചിട്ടുണ്ട്. അയാൾ പറഞ്ഞത്, ഞാനൊരു കാലത്തൊരു ബ്ലൈൻഡായിരുന്നു, അന്ധനായിരുന്നു. എൻ്റെ കാഴ്ച തിരിച്ചു തന്നത് അള്ളാഹുവാണ്. ഞാനൊരു അഗതിയായിരുന്നു, പാവപ്പെട്ടവൻ, ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ സമ്പത്ത് മുഴുവൻ പടച്ചോൻ തന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് കൊണ്ടുപോയിക്കോളി. നിങ്ങൾ കൊണ്ടുപോയിട്ട് വിട്ടേക്കുന്നത് എത്രയാണോ അതല്ല എനിക്കിഷ്ടം. നിങ്ങൾ എത്രയാണോ കൊണ്ടുപോകണം അത്രയും കൊണ്ടുപോകണതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് എന്ന് പറഞ്ഞ അയാൾ പ്രതികരിച്ച്. അപ്പം മലക്ക് പറയാണ്, നീ സത്യം പറഞ്ഞു, അതുകൊണ്ട് നിൻ്റെ സ്വത്തിൽ ബർക്കത്തുണ്ടാകട്ടെ. നിൻ്റെ സ്വത്ത് തേടി വന്നതല്ല ഞാൻ. നിൻ്റെ സഹോദരങ്ങൾ രണ്ടുപേരും കളവ് പറഞ്ഞു, അതുകൊണ്ട് അവർക്ക് അവരുടെ പരീക്ഷണം മടങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാണ് മലക്ക് തിരിഞ്ഞു പോണത്. ഞാൻ പറഞ്ഞു വരുന്നത്, സ്വത്തുണ്ടായാൽ പലപ്പോഴും മനുഷ്യന്മാർക്ക് അവരുടെ ഗതകാലം ഓർമ്മ ഉണ്ടാവില്ല, നിഗളിപ്പ് കൂടും. പിന്നെ സ്വത്ത് കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അല്പന ഐശ്വര്യം കിട്ടിയാൽ പാതിരാത്രിയും കൊടയിടുന്നൊരു ചെല്ലുണ്ട്. അല്പന ഐശ്വര്യം കിട്ടിയാൽ പാതിരാത്രിയും കൊടയിടും. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? മാനക്കേടുണ്ടാക്കും. സ്തുത്യർഹമായ പ്രശംസനീയമായ പരിപാടികൾ അയാളെ അടുത്തുനിന്നുണ്ടായിക്കൊള്ളണമെന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ഗനി എന്ന് പറഞ്ഞിട്ട് പലയിടങ്ങളിൽ പറയണം. അതിനെ തുടർന്ന് അൽ ഹമീദ്, അള്ളാഹു പരാശ്രയമുക്തനായ ധന്യനാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്തുത്യർഹമായ കർമ്മങ്ങളുള്ളവൻ, സ്തുത്യർഹമായ പ്രവൃത്തികൾ ചെയ്യുന്നവരെ സ്തുതിക്കുന്നവൻ, അവരെ പ്രകീർത്തിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. ഖാറൂൻ ലോകം കണ്ട ഏറ്റവും വലിയ സമ്പന്നനാ ഖാറൂൻ. എന്താ ഖാറൂൻ? സമ്പത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞത് ലോകം കണ്ട് അന്താളിച്ചു പോകുന്ന സമ്പത്താണ്. അമ്പരചുംബിയായിട്ടുള്ള അയാളുടെ വീട്, പിന്നെ സമ്പത്തിൻ്റെ താക്കോലുകൾ വഹിക്കാൻ തന്നെ ശക്തന്മാർ വേണമെന്നാണ്. അല്ലെങ്കിൽ ആ ശേഖരിക്കപ്പെട്ട സ്വത്തുക്കൾ ചുമക്കുവാൻ നല്ല ശക്തന്മാരായ ആൾക്കൂട്ടം വേണമെന്നാണ്. അത്രമാത്രം സമ്പന്നനായ ഖാറൂൻ സമ്പത്ത് കിട്ടിയപ്പോൾ എന്താ പറഞ്ഞത്? ഇതിൻ്റെ മിടുക്കുകൊണ്ട് കിട്ടിയതാണെന്നാണ് പറഞ്ഞത്. അതാണ് ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എൻ്റെ അടുത്ത് എൻ്റെ വൈജ്ഞാനിക മികവ് അതുകൊണ്ട് എനിക്ക് കിട്ടിയതാണ് എന്നാണ് പറഞ്ഞത്. അള്ളാനെ മറന്ന് പറഞ്ഞു വരുന്നത്, പലപ്പോഴും പണക്കാർ സമ്പന്നരായ ആളുകൾ അവരുടെ വാക്കുകളും അതേപോലെ അവരുടെ പ്രവൃത്തികളും സ്തുത്യർഹാവില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ഗനി എന്ന് പറഞ്ഞ ഉടനെ തന്നെ അൽ ഹമീദ് എന്ന് പറഞ്ഞു. അള്ളാഹു ധന്യനാണെങ്കിലും പരാശ്രയമുക്തനാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം സ്തുത്യർഹമായ കാര്യങ്ങൾ നിർവഹിക്കുന്നവനാണ്. സ്തുത്യർഹമായതാണ് അള്ളാഹുവിൽ നിന്ന് ഉടലെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ പ്രയോഗം അറിയിക്കുന്നത്. അതേപോലെ തന്നെ വറബ്ബുക്കൽ ഗനിയ്യു ദുർ റഹ്മ, വറബ്ബുക്കൽ ഗനി, നിന്റെ റബ്ബ് അൽ ഗനിയാണ്, പരാശ്രയമുക്തനായ ധന്യനാണ്. എന്നിട്ട് പറയാണ് ദുർ റഹ്മ, അള്ളാഹു റഹ്മത്തുള്ളവനുമാണ്. പണം പലപ്പോഴും മനുഷ്യന്മാരുടെ മനസ്സിനെ കട്ടികൂട്ടും. കാരുണ്യം പിന്നെ ആ മനസ്സിൽ നിന്ന് ഉറ്റി വീഴാൻ പ്രയാസമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗനിയാണെങ്കിലും അള്ളാഹു റഹ്മത്തുള്ളവനാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിയാറുകൾ അവർ വഴിപ്പെട്ടവരാണെങ്കിലും വഴിപ്പെടാത്തവരാണെങ്കിലും അവൻ്റെ റഹ്മത്ത് ചൊരിഞ്ഞ് അവൻ്റെ അടിയാറുകളെ പരിപാലിക്കുന്നത്, സംരക്ഷിക്കുന്നത് എന്നാണ് നമുക്ക് അതിലൂടെ മനസ്സിലാക്കുവാനുള്ളത്. ഇതേപോലെ അള്ളാഹുവിൻ്റെ പേരിനോടൊപ്പം അൽ ഗനി എന്ന പേരിനോടൊപ്പം ഹലീം എന്ന പേര് വന്നത് കാണാം. അതേപോലെ തന്നെ കരീം എന്ന പേര് വന്നത് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വല്ലാഹു ഗനിയുൻ ഹലീം, അള്ളാഹു ഗനിയാണ്, ഹലീമാണ്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫഇന്ന റബ്ബി
ഖനിയുൻ കരീം, എൻ്റെ റബ്ബ് ഖനിയാണ് കരീമാണ്. എന്താ ഖനിയാണ് ഹലീമാണ് എന്ന് പറഞ്ഞാൽ? ഹലീം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തവരെ പെട്ടെന്ന് പിടികൂടി ശിക്ഷിക്കാതെ സാവകാശം നൽകുന്നവൻ, അവധാനതയുള്ളവൻ എന്നാണ് അർത്ഥം. അള്ളാഹു പരാശ്രയമുക്തനാണ്, ധന്യനാണ്. എല്ലാ കഴിവും സമ്പൂർണതയും ഉണ്ടായിട്ടും അടിയാറുകളിൽ നിന്ന് പിടികൂടി ശിക്ഷിക്കേണ്ടവനെ പെട്ടെന്ന് പിടികൂടി ശിക്ഷിക്കാതെ അവന് കാലതാമസം കൊടുക്കും. അള്ളാഹു ഇട കൊടുക്കും. അവൻ നന്നാകാൻ, തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ നടത്താൻ, അവൻ്റെ വിഷയത്തിലൊന്ന് പുനരാലോചിക്കാൻ അള്ളാഹു ഇട കൊടുക്കും. എല്ലാം തികഞ്ഞ നിറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പിടികൂടിയിട്ട് ശിക്ഷിക്കാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഖനിയാണെങ്കിലും അള്ളാഹു ഹലീമാണ്. അതാണ് ഖനിയുൻ ഹലീം. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖനിയുൻ കരീം. കരീം എന്ന് പറഞ്ഞാൽ എന്താ? ഔദാര്യവാനാണ്, അത്യുദാരനാണ്. അള്ളാഹു ഖനിയാണ്. ആ വാനങ്ങളിലുള്ളതെല്ലാം ഭൂമിയിലുള്ളതെല്ലാം എല്ലാത്തിനെയും ഖജനാവ് അള്ളാഹുവിന് മാത്രമാണ്, അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുമാണ്. അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇശുക്കി പിശുക്കി വെക്കണില്ല, നൽകാതെ എടുത്തു വെക്കണില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്യുദാരനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യം, അവൻ അടിയാറുകൾക്ക് കനിയുന്നവനാണ് എന്നുള്ളതാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വിശേഷണം അടിയാറുകൾക്ക് ഉണ്ടാകുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു ആർക്കാണോ ധന്യത പകർന്നത്, ആരാണോ സമ്പന്നർ അവർ ഹിൽമുള്ളവരാകണം, അവധാനതയുള്ളവരാകണം. അതേപോലെ തന്നെ അവർ കുറമ ഔദാര്യവാന്മാരായിരിക്കണം. കരീം കുറമ എന്ന് പറഞ്ഞാൽ ഔദാര്യവാന്മാരായിരിക്കണം. അവർ റഹ്മത്തുള്ളവരായിരിക്കണം. അവർ സ്തുത്യർഹമായിട്ടുള്ള ചെയ്തികൾ അതേപോലെ വാക്കുകൾ ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ് നമ്മളോട് ഈ പ്രയോഗങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ചിലർ ഭയങ്കര ഇഷ്കന്മാരായിരിക്കും. ഇബ്നുൽ ജൗസി ഒരു പിശുക്കൻ്റെ ഒരു ഭയങ്കര മുതലാളിൻ്റെ കഥ അറിയുന്നുണ്ട്. പക്ഷേ മുതലാളി ആകെ ഇരക്കനതിന്. ഇബ്നുൽ ജൗസിക്ക് പിന്നെ ഹംഖ വൽ മുഗഫലി എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട്. ഹംഖ വൽ മുഗഫലി എന്ന് പറഞ്ഞാൽ ഈ വിഡ്ഢികളെ കുറിച്ചാണ് അതിൽ പ്രതിപാദ്യം. അത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. അതിലൊരുത്തന് ഭയങ്കര മുതലാളിയാണ്. മരിക്കുന്നുള്ളൊരവസ്ഥ വന്ന് അയാളിങ്ങനെ രോഗം മൂർജിച്ച് മരിക്കും എന്നുള്ളിടത്തേക്ക് എത്തിയപ്പോൾ സ്വർണത്തിൻ്റെ നാണയങ്ങൾ കുറേ സ്റ്റോക്കുണ്ട് മൂപ്പരടുത്ത്. മൂപ്പരെന്ത് ചെയ്ത് ഈ സ്വർണ്ണ നാണയങ്ങൾ ചളിമണ്ണിൽ ഉരുട്ടിയിട്ടിങ്ങനെ കൂട്ടി, മണ്ണിൻ്റെ കട്ടകൾ കാണുന്നവർക്ക് മണ്ണും കട്ട, പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് സ്വർണ്ണ നാണയമാണ്. പക്ഷേ അയാൾ മരിക്കണതിന് മുമ്പ് അയാൾ വസീയത്ത് ചെയ്ത്, ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണും കട്ടയും നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ കൂടെ മറമാടണം. കാരണം ഇയാൾ മരിക്കണതിന് മുമ്പ് എന്നെ ഇയാളുടെ തലക്കാൻ പുറത്ത് ഇതിങ്ങനെ കൂട്ടി വെച്ചേക്കാണ്, മണ്ണും കട്ടകൾ ഇങ്ങനെ കൂട്ടി വെച്ചേക്കാണ്. മരിച്ചാലും എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ എൻ്റെ കൂടെ ഖബറിൽ വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ ചോദിച്ചു, എന്തിനാ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മണ്ണുരുളകളൊക്കെ നിങ്ങളെടുത്ത് വെക്കണത്? ആ മൂപ്പര് പറഞ്ഞു, ഞാൻ ജീവിക്കുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ തടവി തലോടിയിട്ടാണ് ഞാൻ കിടക്കുന്നത്, മരിച്ചാലും ഇങ്ങനെ, അതുകൊണ്ട് ബർക്കത്തെടുക്കണ ഒരു അവസ്ഥ തുടരാൻ വേണ്ടിയിട്ടാണ് ഖബറിൽ എന്ന് പറഞ്ഞു. ആളുകൾ കൂടുതലൊന്നും ചിന്തിച്ചില്ല. അങ്ങനെ ഇബ്നുൽ ജൗസി പറയാണ്, ഇയാളെ പിന്നെ ആ കടന്നോടത്ത് തന്നെ കിടന്നിട്ടാണ് ഇതിനെ ഇയാളെ കുളിപ്പിക്കണത്. മരിച്ചപ്പോൾ മയ്യത്ത് കുളിപ്പിക്കണത് അവിടെ തന്നെയാണ്, കിടത്തിയിട്ടാണ്. അങ്ങനെ മൂപ്പർക്ക് ജീവിതകാലത്ത് മൂപ്പരെ വിഷയത്തിൽ വലിയ ശ്രദ്ധ ഉണ്ടായിട്ടില്ല, ലോകരുടെ വിഷയത്തിന് ശ്രദ്ധ ഉണ്ടായിട്ടില്ല. ഇരക്കന്മാരങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ സാഹസപ്പെട്ടില്ല. ഏതായാലും മൂപ്പരെ കുളിപ്പിക്കുമ്പോൾ എന്ത് ചെയ്ത്, വെള്ളം ഒഴിച്ചപ്പോൾ ഈ തൻ്റെ കൂടെ കുഴിച്ചിടാൻ പറഞ്ഞ ഈ മണ്ണുരുളുണ്ടല്ലോ, അതിനിങ്ങനെ തിളക്കം, അയിമക്ക് വെള്ളമായി, വെള്ളം കുറേ ചെന്നപ്പോൾ അതിനൊരു തിളക്കം. അപ്പോൾ ആളുകൾ ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ നിറച്ച് സ്വർണ്ണ നാണയങ്ങളാണ്, ഈ മണ്ണുരുളൻ്റെ ഉള്ളിൽ നിറച്ച് സ്വർണ്ണ നാണയങ്ങളാണ്. അപ്പോൾ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എന്താ പൈസ ഉണ്ട്, പക്ഷേ ആ പൈസ അല്ലെങ്കിൽ സ്വർണവും വെള്ളിയൊക്കെ ഉണ്ട് നാണയങ്ങളായിട്ട്, പക്ഷേ ആ സ്വർണ്ണ നാണയങ്ങൾ ജീവിതകാലങ്ങളിൽ യഥാവിധം ഉപയോഗിക്കാതെ ഇശുക്കി പിശുക്കി വെച്ച് മണ്ണൂരിക്ക് പോകുമ്പോഴും മൂപ്പർക്ക് അത് കൂടെ കൊണ്ടുപോകാനുള്ള വ്യഗ്രത. ഇതാണ് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം കൊടുത്തിട്ട് അയാളുടെ വിഷയത്തിൽ രേഖപ്പെടുത്തിയത്. കുറേ അങ്ങനത്തെ ഉദാഹരണങ്ങൾ. ഒരാൾ മരിക്കാൻ സമയമായപ്പോൾ ഈ ഇതുണ്ടല്ലോ ദീനാറുകൾ
വിഴുങ്ങാൻ തുടങ്ങിയെന്നാണ്, മരിക്കാൻ പോകാനുണ്ടപ്പോൾ. കാരണം എന്താ, ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് കിട്ടും. വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ മൂപ്പര് മറമാടുമ്പോൾ എന്തായി, മൂപ്പരോടൊപ്പം അത് കബറിലെത്തും, ആർക്കും കിട്ടൂല. ഇങ്ങനത്തെ മനഃശാസ്ത്രമുള്ള മനുഷ്യന്മാരുണ്ട്. ഇതൊക്കെയാണ് ചില മനുഷ്യന്മാർ. അവർ ധന്യരായിട്ടുണ്ടെങ്കിലും ആ ധന്യതയുടെ നിറവിലും അവർക്കുള്ളതായ സ്വഭാവങ്ങൾ. അബ്ബാസി ഖലീഫ അൽ ഖാഹിറു ബില്ല അറിയപ്പെട്ട ഖലീഫയാണ്. ആ അൽ ഖാഹിറു ബില്ല പറഞ്ഞത് അക്തനിസുലിദ്ദഹർ, കാലത്തിന് വേണ്ടി ഞാൻ സമ്പാദിക്കുമെന്നാണ്. അഹ്തഫിദു ബിൽ മാൽ ലില്ലയാലി വലിൽ അയ്യാമി സൂദ്, വരും നാളുകൾ അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്വത്ത് സൂക്ഷിച്ചു വെക്കുന്നതാണ്. എന്നിട്ട് എന്താ അൽ ഖാഹിറു ബില്ല ചെയ്തറിയോ, ഭൂമിയിൽ ഇങ്ങനെ കുഴി കുത്തിയിട്ട് സ്വർണവും വെള്ളിയ കയ്യിൽ കുഴിച്ചിട്ട്, ഇയാളുടെ സമ്പാദ്യം, ഖാഹിറു ബില്ല ഭരണാധികാരിയാണല്ലോ, സമ്പാദ്യം കുഴിച്ചിട്ട് അങ്ങനെ മക്കളോട് പറയാണ്, മരിക്കണീൻ്റെ മുമ്പ് അൽ ഖാഹിറു ബില്ല എന്ന ഖലീഫ മക്കളോട് പറയാണ്, യാ അബ്നായി ലാ തഖ്ഷൗൽ ഫഖർ, മക്കളെ ഒരിക്കലും നിങ്ങൾ ദാരിദ്ര്യം പേടിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ മണ്ണിനടിയിൽ കുഴി കുത്തി സ്വർണവും വെള്ളിയൊക്കെ പാത്ത് വെച്ചിട്ടുണ്ട്. എത്രമാത്രം ആ കുഴി തുറന്ന് ഈ സ്വർണവും വെള്ളിയും പുറത്തെടുത്തിട്ട് ബഗ്ദാദിലെ മുഴുവൻ ജനങ്ങൾക്കും അത് വീതം വെച്ചിട്ടുണ്ട് എങ്കിൽ ബഗ്ദാദിലെ ഓരോ മനുഷ്യരും അറിയപ്പെട്ട പ്രശസ്തരായ ബിസിനസ്സുകാരായിട്ട് മാറാൻ മാത്രം സമ്പത്ത് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് ആരോട് പറഞ്ഞത്, മക്കളോട് അൽ ഖാഹിറു ബില്ല പറഞ്ഞത്. പക്ഷെ കാലം അയാളോട് കണക്ക് തീർത്ത്. എന്താ സംഭവിച്ചത്? സംഭവം മണ്ണൊക്കെ മാന്തി മൂപ്പര് കുറേ കുഴിച്ചിട്ട് നിറച്ചു എന്നുള്ളത് ശരിയാണ്. ബഗ്ദാദിലെ ജനതയ്ക്ക് മുഴുവൻ ആ നാണയങ്ങളെടുത്ത് വീതിച്ചാൽ, സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും വീതിച്ചാൽ എല്ലാവരും ബിസിനസ്സുകാരായിട്ട് മാറാൻ മാത്രം വലിയ സ്വത്തുണ്ട് എന്നാണ്. എന്താ സംഭവിച്ചത്? ഈ അൽ ഖാഹിറു ബില്ലയെ അയാൾ ഭരണത്തിരിക്കെ തന്നെ അട്ടിമറിച്ചു എന്ന് മാത്രമല്ല, അട്ടിമറിച്ചവർ അയാളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് അയാൾ ബ്ലൈൻഡായി മാറി. മാത്രമല്ല പീഡിപ്പിച്ച് അയാളോട് സ്വത്ത് മുഴുവൻ എവിടെയുള്ളത് പറയാൻ പറഞ്ഞു. അങ്ങനെ അയാളുടെ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടി. അങ്ങനെ ഭരണം നഷ്ടപ്പെട്ട് സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടി. പിന്നീട് ഇന്നലത്തെ ഭരണാധികാരി, ഇന്നത്തെ കണ്ണുപൊട്ടൻ, ബഗ്ദാദിൻ്റെ തെരുവുകളിൽ വല്ലതും തരണേ എന്ന് പറഞ്ഞ് തെണ്ടി നടക്കുന്ന അൽ ഖാഹിറു ബില്ലയെയാണ് പിന്നീട് ലോകം കാണുന്നത്. മനസ്സിലായി? ഇവിടെ നമ്മൾ ചരിത്രങ്ങൾ പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള വിഷയങ്ങൾ എന്താണ്, പാഠങ്ങൾ എന്താണ്? ധന്യത ഉള്ള മനുഷ്യന്മാർ, അവരുടെ ചെയ്തികൾ, വാക്കുകൾ സ്തുത്യർഹമാകണം. അവർ ഔദാര്യവാന്മാരാകണം. അവർ അവധാനതയുള്ളവരും സാവകാശമുള്ളവരുമായിരിക്കണം. അവർ കരുണയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മുടെ നേതാക്കന്മാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനെ കുറിച്ച് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലാനെ പറഞ്ഞത് കാണാൻ സാധിക്കും. അബൂബക്കർ റളിയല്ലാഹു തആലാന കാന അത്ജറ ഖുറൈശ് എന്നാണ്. ഖുറൈശികളിലെ ഏറ്റവും നല്ല ബിസിനസ്സുകാരനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഏറ്റവും നല്ല ബിസിനസ്സുകാരൻ. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു തആലാനുവിൻ്റെ സമ്പത്ത് കൊണ്ടാണ് ഇസ്ലാമിൽ അടിമകളെ മോചിപ്പിക്കപ്പെട്ടത്. മിക്ക അടിമകളെയും മോചിപ്പിക്കപ്പെട്ടത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാശ് കൊണ്ടാണ്. കാരണം അത്ര നല്ല ബിസിനസ്സുകാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു കാലഘട്ടത്തിൽ ലോകരോട് പറയുന്നുണ്ട്, എല്ലാവരും അവരുടെ സ്വത്തുകൾ എനിക്ക് ഹറാമാക്കിയപ്പോൾ തൻ്റെ സ്വത്ത് കൊണ്ട് എന്നെ സഹായിച്ചത് അബൂബക്കറാണ്. അടിമകൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവരുടെ യജമാനന്മാർ ഈ അടിമകളെ അസഹ്യമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിച്ച് പീഡിപ്പിക്കും. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു ഓടിച്ചെല്ലും. അബൂബക്കർ പറയും, ഞാൻ മോചിപ്പിക്കാൻ തയ്യാറാണ്, വിട്ടേര്. അപ്പോൾ യജമാനന്മാർ അടിമകളുടെ വിഷയത്തിൽ ഏറെ വില പറയും, കൂടുതൽ വില പറയും. ആ കൂടുതൽ വില നൽകിയിട്ടും ആ അടിമകളെ മോചിപ്പിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തയ്യാറായിരുന്നു. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു നല്ല ബിസിനസ്സുകാരനായിരുന്നു. അതുകൊണ്ടാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞതായി ഖല്ലാൽ ഉദ്ധരിക്കുകയാണ്, ഖുറൈശികളിൽ ഏറ്റവും വലിയ താജിറായിരുന്നു
അബൂബക്കർ റളിയല്ലാഹു അൻഹു. പക്ഷേ ഈ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവാണ് പിന്നീട് ഖലീഫയായത്. ഖലീഫയായപ്പോൾ എന്താ നമ്മൾ ചരിത്രത്തിൽ വായിക്കണത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോൾ ഫക്കീറായി. ഭരണം കിട്ടിയപ്പോൾ ഫക്കീറായി. ഇന്ന് നേരെ തിരിച്ചാ. അതുവരെ ഫക്കീറാണെങ്കിലും ഭരണം കിട്ടിയ മൂപ്പര് ഖനിയായിട്ട് മാറും. സ്ഥാനം കിട്ടിയിട്ടുണ്ട് എങ്കിൽ മൂപ്പര് ഉഷാറാകും. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണം കിട്ടുവോളം വലിയ സമ്പന്നനാണ്. പക്ഷേ ഭരണം കിട്ടിയപ്പോൾ ഫക്കീറായി. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇരിക്കലുണ്ട്, ഒരു ഭാണ്ഡം തലയിൽ കെട്ടി പുറത്തേറ്റിട്ട് പോണ്. അപ്പോൾ ചോദിക്കണം, അബൂ ഉബൈദ ചോദിക്കണം, അബൂബക്കർ നിങ്ങളാ കൊടുക്കാൻ പോണ്? അപ്പം പറയാണ്, ഭരണം ഏറ്റെടുത്ത് ഭരണകാര്യങ്ങളും ഒക്കെ നോക്കി നടക്കുകയാണ്. പക്ഷേ കുടുംബം പട്ടിണിയിലാണ്. എൻ്റെ കുടുംബത്തിനെ തീറ്റി പോറ്റണ്ടേ? അതുകൊണ്ട് ഞാൻ മാർക്കറ്റിലേക്ക് കച്ചവടത്തിന് പോവുകയാണ്. ഈ ഭാണ്ഡം അത് കച്ചവടച്ചരക്കാണെന്ന് പറയുന്നത്. അപ്പോഴാണ് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. ഖലീഫ കച്ചവടത്തിന് പോയിട്ടുണ്ട് എങ്കിൽ പിന്നെ പ്രജകളുടെ കാര്യം ആര് നോക്കും? ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ വിഷയങ്ങൾ ആര് ശ്രദ്ധിക്കും? അങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് വേതന നിശ്ചയിക്കുന്നത്. ചെറിയ ഒരു തുക വേതനമായിട്ട് നിശ്ചയിച്ചിട്ട് അദ്ദേഹം ഇനി ഇടപാടിന് പോകാൻ പറ്റൂല എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. പറഞ്ഞു വരുന്നത്, ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ നമ്മുടെ നേതാക്കന്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ അവർ ധന്യരാണ്, സമ്പന്നരായിരുന്നു. പക്ഷേ അവരുടെ സമ്പന്നത ഒരിക്കലും അവരെ നിഗളിക്കുന്നവരോ അഹങ്കാരികളോ കാരുണ്യമില്ലാത്ത മനുഷ്യപ്പറ്റില്ലാത്ത വാക്താക്കളോ ആക്കിയില്ല എന്നുള്ളതാണ്. അത് കുറേ ആളുകളുടെ വിഷയത്തിൽ സമ്പന്നന്മാർ, സഹാബികളുടെ കൂട്ടത്തിൽ സമ്പന്നന്മാരെ വായിക്കുമ്പോൾ നമ്മൾ ഉസ്മാൻ ബിൻ അഫ്ഫാനെ വായിക്കും, അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ വായിക്കും, തൽഹത്ത് ബിൻ ഉബൈദില്ലയെ വായിക്കും, അതേപോലെ തന്നെ സുബൈർ ബിൻ അൽ അവാമിനെ വായിക്കും. ഇങ്ങനെ കുറേ പേരുണ്ട്, വലിയ സമ്പന്നരായിരുന്നു. എന്താ പക്ഷേ അവരുടെ പ്രത്യേകതകൾ? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം കല്ല് പൊന്തിച്ചാൽ അതിൻ്റെ ചുവട്ടിൽ സ്വർണം കണ്ടെത്തുന്ന വിധം നിപുണനായ കച്ചവടക്കാരനായിരുന്നു, സമ്പന്നനായിരുന്നു. അദ്ദേഹം മുഹാജിറാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത മുഹാജിറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ എല്ലാ സഹാബികളെയും മുഹാജിറുകളെയും അൻസാരികളുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിന്? അൻസാരികളുടെ സ്വത്ത് പകുതി കൊടുക്കാൻ, അതേപോലെ തന്നെ അവർ ഈ അൻസാരികൾ മുഹാജിറുകളെ സ്വീകരിക്കുവാനും അവർക്ക് ആശ്രയം നൽകാനും. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുവും സഅദ് ബിൻ ഉബാദയും തമ്മിലായിരുന്നു സാഹോദര്യം. പക്ഷേ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല അൻഹുവിനോട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ സ്വത്ത് പകുക്കണ്ട, ഭാര്യമാരിൽ ഒരാളെ വിവാഹമോചനം നടത്തിയിട്ട് എനിക്കൊരു ഭാര്യനെ നിങ്ങൾ തരും വേണ്ട, നിങ്ങൾ സൂക്ക് കാണിച്ചു തന്നാൽ മതി എന്നാണ്, മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി എന്നാണ്. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു സൂക്കിൽ പോയി, എന്നിട്ട് സമ്പാദിച്ച് പിന്നെ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ മുഖത്തൊരു വർണ്ണം, കളർ. അപ്പോൾ റസൂലുള്ള ചോദിക്കുകയാണ്, ഇതെന്താണ് മഹിയം, ഇതെന്താണ്? അപ്പോൾ പറയണം, ഞാൻ കല്യാണം കഴിച്ച് ഭാര്യനോടൊത്ത് ജീവിതം തുടങ്ങിയിരിക്കണമെന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയണം. ആ മൂപ്പർ അങ്ങാടി പോയി കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കി മഹറിനുള്ള വകുപ്പ് കണ്ട് കല്യാണം കഴിച്ച്, അതാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അറിയപ്പെട്ട ബിസിനസ്സുകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് വളരെയധികമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഒരു ഭൂമി വിറ്റ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ? 40,000 ദീനാറിന്, സ്വർണ്ണ നാണയത്തിനാണ് ഉസ്മാനൊരു ഭൂമി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വിറ്റത്. എന്നിട്ട് ഈ 40,000 ദീനാറ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചെയ്ത എന്താണെന്നറിയോ? ബനൂ സഹ്റ ഗോത്രത്തിലെ ഫക്കീറന്മാർക്കും മുഹാജിരീങ്ങളിലെ ഫക്കീറന്മാർക്കും ഉമ്മഹാത്തുൽ മുഅ്മിനീനും വിതരണം ചെയ്തു എന്നാണ്. അത് മുഴുവൻ 40,000 ദീനാർ ബനൂ സഹ്റ ഗോത്രം. ആര് ഈ ബനൂ സഹ്റ ഗോത്രം? ബനൂ സഹ്റ ഗോത്രം റസൂലുള്ളാഹിൻ്റെ ഉമ്മ ആമിന ബിന്ത് വഹബിൻ്റെ ഗോത്രമാണ് ബനൂ സഹ്റ. അതിലെ കുറേ മിസ്കീന്മാരുണ്ടായിരുന്നു.
അവർക്ക്. പിന്നെ മുഹാജിറുകളിൽ നിന്നുള്ള ഫുഖറാക്കൾ അവർക്ക്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, അവർക്ക് ഈ ഭൂമി വിറ്റ തുക മുഴുവനും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ദാനം ചെയ്യുകയുണ്ടായി എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇമാം ഇബ്നു അബ്ദുൽ ബർ പറയാണ്, ദുല്ലൂനി അല സൂഖ്, സൂഖ് മാർക്കറ്റ് കാണിച്ചു തരൂ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അദ്ദേഹം ഖാന മജ്ദൂദൻ ബി തിജാറ, കച്ചവടത്തിൽ ഒരു ഭാഗ്യം സിദ്ധിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹം മരിക്കുമ്പോൾ ഖല്ലഫ അൽഫ ബഈരിൻ വ സലാസത ആലാഫ് ഷാ, മരിക്കുമ്പോൾ 1000 ഒട്ടകങ്ങൾ, 3000 ആടുകൾ, വ മിഅത്തു ഫറസ്, 100 കുതിരകൾ അദ്ദേഹത്തിൻ്റെ സ്വത്തായിട്ടുണ്ടായിരുന്നു എന്നാണ്. ആർക്ക്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് മരിക്കുമ്പോൾ അനന്തര സ്വത്താ പറഞ്ഞത്. എന്നിട്ട് പറയാണ്, ജുറൂഫ് എന്ന് പറയുന്ന സ്ഥലം മദീനക്കടുത്തുള്ളൊരു സ്ഥലമാണ്. അത് സിറിയയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെയാണ് ജുറൂഫ്. മദീനയുടെ ജുറൂഫിൽ അദ്ദേഹത്തിനൊരു കൃഷിയിടം ഉണ്ടായിരുന്നു. 20 ഒട്ടകങ്ങളെ വെച്ചായിരുന്നു ആ കൃഷിയിടത്തിൽ കൃഷി നടത്തിയിരുന്നതെന്നാണ്. നിലം ഉഴുതാനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് 20 ഒട്ടകങ്ങളെ ഉപയോഗിച്ചിരുന്നു എന്നാണ്. അത്ര വിശാലമായിട്ടുള്ള കൃഷിയിടം ഇതൊക്കെ ആർക്കുണ്ടായിരുന്നു? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര സമ്പന്നന. ഇമാം ബുഖാരി തുടർന്ന് രേഖപ്പെടുത്തുന്നത് കേട്ടോളി, അബ്ദുറഹ്മാൻ ഇബ്നു അടുക്കൽ ഈ സമ്പന്നനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരിക്കൽ നല്ലൊരു ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചതാണ് ഇമാം ബുഖാരി രേഖപ്പെടുത്തുകയാണ്. ആ ഭക്ഷണം കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നല്ല ഉഷാർ ഭക്ഷണം, അത് കണ്ടപ്പോൾ അദ്ദേഹം പറയാണ്, മിസ്അബ് ഇബ്നു ഉമൈർ എന്നേക്കാൾ ശ്രേഷ്ഠനായിരുന്നു. അവരൊക്കെ ഒരു കാലത്ത് സഹോദരങ്ങളല്ലേ, ആദ്യ കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മെമ്പർമാരാണ് അവരൊക്കെ. അപ്പോൾ ഈ സമ്പന്നനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തൻ്റെ മുമ്പിൽ കൊണ്ടുവന്നതായി ഈ ഭക്ഷണം ധന്യമായ ഭക്ഷണമാണ്, സ്വാദിഷ്ടമായ ഭക്ഷണമാണ്. അത് കണ്ടപ്പോൾ അത് നോക്കിയിട്ട് പറയാണ്, എൻ്റെ സഹോദരൻ മിസ്അബ് എന്നേക്കാൾ ശ്രേഷ്ഠനായിരുന്നു. ആ മിസ്അബ് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടപ്പോൾ ഒരു പുതപ്പിലാണ് അദ്ദേഹത്തെ, ഒരു വസ്ത്രത്തിലാണ് മറമാടുന്നത്. ആ വസ്ത്രം കൊണ്ട് മിസ്അബ് കഫൻ ചെയ്യപ്പെട്ടപ്പോൾ തലയിലേക്ക് അത് വലിച്ചിട്ടാൽ കാല് വെളിപ്പെടുകയും കാലിലേക്ക് വലിച്ചിട്ടാൽ തല വെളിപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് എൻ്റെ സഹോദരൻ മിസ്അബ് ഈ ദുനിയാവിൽ നിന്ന് പരലോകയാത്രയായത്. വീണ്ടും അദ്ദേഹം പറയാണ്, ഹംസ മരണപ്പെട്ടു, ഷഹീദായി. ഹംസ എന്നേക്കാൾ ശ്രേഷ്ഠനാണ്. ഹംസയുടെയും വിഷയം ഇങ്ങനെ തന്നെയാണ്. മിസ്അബിൻ്റെയും ഹംസയുടെയും ഒക്കെ കാലശേഷം ഈ ദുനിയാവിൽ ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് അവസരം നൽകി. ദുനിയാവ് നമുക്ക് അള്ളാഹു വിശാലമാക്കി നൽകി. ഞാൻ വിചാരിക്കുന്നത് പടച്ചോൻ്റെ പ്രതിഫലവും അനുഗ്രഹവുമൊക്കെ നമുക്ക് ദുനിയാവിൽ അള്ളാഹു കാലേ കൂട്ടി തന്നിരിക്കുകയാണ്. ഒരു വേള ഇത് പരലോകത്തുണ്ടായിക്കൊള്ളണമെന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അതൊന്നും കിട്ടിയില്ല. അവർക്ക് അള്ളാഹു അത് കാലേ കൂട്ടി നൽകാതെ പരലോകത്തേക്ക് എടുത്തു വെച്ച് നമുക്ക് പരലോകത്ത് ഇത് അള്ളാഹു തടഞ്ഞ് ദുനിയാവിൽ കാലേ കൂട്ടി തരികയാണോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. ഇത് ഒരു സമ്പന്നൻ്റെ വിചാരങ്ങളാണ്. സമ്പന്നത ഒരിക്കലും അദ്ദേഹത്തെ അന്ധനാക്കിയില്ല. മതാന്ധത ഒരു പ്രശ്നമാണ്. പിന്നെ പരലോകം ഉണ്ടാവില്ല, വിചാരണ ഉണ്ടാവില്ല, സ്വർഗം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇവിടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇவ்விதം സമ്പന്നനാണ് മരിക്കുന്ന നാളിൽ, നമ്മൾ പറഞ്ഞില്ലേ. പക്ഷെ എന്നിട്ടും അദ്ദേഹം ആലോചിക്കുന്നത് ഈ സമ്പത്തൊന്നും മിസ്അബിനുണ്ടായില്ല, എന്നേക്കാൾ ശ്രേഷ്ഠനായിട്ടും, ഹംസക്കുണ്ടായില്ല, എന്നേക്കാൾ ശ്രേഷ്ഠനായിട്ടും. ഞാൻ വിചാരിക്കുന്നത് പരലോകം തടയപ്പെട്ട് ദുനിയാവിൽ ഈ ഐശ്വര്യമൊക്കെ നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണോ എന്നുള്ളതാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്നെ വിചാരണ നടത്തുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ അൽ ഖനി എന്ന പേരിനെ കുറിച്ച് പറയുമ്പോൾ ആ പേരർത്ഥമാക്കുന്നത് എന്ത്, അതേപോലെ തന്നെ അതിൻ്റെ തേട്ടം എന്ത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുകയാണ്. ആ പേര് അള്ളാഹുവിനുള്ളതോടൊപ്പം
അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശേഷണങ്ങളുടെ പ്രത്യേകത, അതിൻ്റെ അർത്ഥതലങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായ ചില പാഠങ്ങൾക്കാണ് ഈ ചരിത്രങ്ങൾ ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയുണ്ടായത്. ഇമാം ബുഖാരി സഹീഹിൽ നൽകിയ ഒരു സംഭവം ഉണർത്തി ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്താ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹിൽ ഉദ്ധരിച്ചത്? അബൂ ഹുറൈറയിൽ നിവേദനം, ഒരു വ്യക്തി ഒരിക്കൽ പറഞ്ഞു, ല അതസദ്ദഖന്ന ബിസദഖത്തിൻ, ഞാൻ ഇന്നൊരു സദക്ക ചെയ്യാൻ പോവുകയാണ് എന്നൊരാൾ പ്രഖ്യാപിച്ചു. എന്നിട്ട് അദ്ദേഹം തൻ്റെ സദക്ക കൊണ്ട് പുറപ്പെട്ട് ഒരാൾക്ക് സദക്ക കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ സദക്ക അയാൾ കൊടുത്തത് ഒരു കള്ളനാണ്. ഫഖറജ ബിസദഖതിഹി ഫവദഅഹാ ഫീ യദി സാരിഖിൻ, ഒരു കള്ളൻ്റെ കയ്യിൽ കൊണ്ടുപോയിട്ടാണ് സദക്ക കൊടുത്തത്. ഒരുത്തൻ സദക്ക കൊടുക്കാൻ പുറപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്, സദക്ക കൊടുക്കണമെന്ന് പ്രഖ്യാപിച്ചിട്ട് ആ സദക്കയായിട്ട് മുമ്പ് പോയിട്ട് അതൊരു കള്ളനാണ് കൊടുത്തത്. നേരം പുലർന്നപ്പോൾ ജനങ്ങൾ പറഞ്ഞടക്കാൻ തുടങ്ങി, കള്ളനാണ് സദക്ക കിട്ടിയിരിക്കുന്നത്, ഒരു കള്ളന് സദക്ക നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ വ്യക്തി ഇത് കേട്ട് സദക്ക കൊടുത്തോ. അപ്പോൾ അവൻ പറഞ്ഞത് എന്താ? അല്ലാഹുമ്മ ലക്കൽ ഹംദ്, പടച്ചോനെ നിനക്ക് സ്തുതി. എന്തിനാ പടച്ചോനെ സ്തുതി പറഞ്ഞത്? കള്ളന് സദക്ക കൊടുത്തെന്ന് വിചാരിച്ചിട്ടോ? കുരങ്ങിന് ഏണി അറിഞ്ഞ മാതിരി കള്ളന് കട്ടിട്ടുണ്ടേ വരുമാനം ഉണ്ടാവും, പിന്നെ ഓനക്ക് എന്തിനാ ഇനി സദക്ക? അതിനുള്ള അൽഹംദുലില്ലാ അല്ല, പിന്നെ ഇത് അള്ളാൻ്റെ വിധിയാണ്, അയാൾ ഉദ്ദേശിച്ചിട്ടില്ല കള്ളന് കൊടുക്കുക. പക്ഷെ അത് കള്ളൻ്റെ കയ്യിലാണ് എത്തിപ്പെട്ടത്, പടച്ചോൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന നിലക്ക് അയാൾ അൽഹംദുലില്ലാ പറഞ്ഞു. വീണ്ടും അയാൾ പറഞ്ഞ് പിറ്റേ ദിവസം, ഇന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു സദക്ക നൽകും. അങ്ങനെ സദക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് പുറപ്പെട്ട് ആ സദക്ക മൂപ്പര് കൊടുത്തത് ഒരു വ്യഭിചാരിയുടെ കയ്യിലാണ്, സാനിയത്തിൻ്റെ കയ്യിലാണ്, ഒരു പെണ്ണിൻ്റെ കയ്യിലാണ്. ആ പെണ്ണ് അഭിസാരികയാണ്, വ്യഭിചാരിണിയാണ്. അതോടുകൂടി അങ്ങാടിയിൽ പാട്ടായി, മറ്റവൻ സദക്ക കൊടുത്തത് മറ്റേ പെണ്ണിനാണ് എന്നുള്ളത്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, പടച്ചോനെ നിനക്കാകുന്നു സ്തുതികൾ അടങ്കലും. അതെന്തുകൊണ്ടാണ് പറഞ്ഞത്? ഞാൻ ഒരു വ്യഭിചാരിക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടല്ല ഇതേറ്റ് പോയത്, വ്യഭിചാരാണി ഓക്കെ നടട്ട് കൊടുത്തതുമല്ല, പിന്നെയോ അള്ളാഹിൻ്റെ വിധിയാണ്, പടച്ചോൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിന് അള്ളാഹുവിനോട് ഹംദ് പറയണം. പിന്നെ അയാൾ പറഞ്ഞ്, ഇനി ഞാൻ സദക്ക കൊടുക്കും. അങ്ങനെ സദക്കയുമായി അയാൾ വീണ്ടും പുറപ്പെട്ടു. അങ്ങനെ അയാൾ സദക്ക കൊടുത്തത് ഒരു ധനികനാണ്, ഒരു ഖനീയനാണ്, സമ്പന്നന് സദക്ക. അയാൾ വാങ്ങുകയും ചെയ്ത്. ചിലവരങ്ങനെയാണ്, മനസ്സിലായില്ലേ? കിട്ടിയാലും തീരാത്ത പോലെ ഉണ്ടാവും. ഏതായാലും ഇയാൾ സദക്കയായിട്ട് പുറപ്പെട്ട് കൊടുത്തതൊരു സമ്പന്നനാണ്, അയാൾ വാങ്ങി. അതോടുകൂടി നാട്ടിൽ പാട്ട്, എന്താ? ഇന്ന് ഒരു സമ്പന്നനാണ് സദക്ക നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പം നോക്കി നിങ്ങൾ, അയാളുടെ വിഷയത്തിൽ മോഷ്ടാവിന്, വ്യഭിചാരിണിക്ക്, ധനികന്, ഇങ്ങനെയാണ് അയാൾ സദക്ക കൊടുത്തത്. പക്ഷെ അയാൾ അല്ലാഹുമ്മ ലക്കൽ ഹംദ്, പടച്ചോനെ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് അയാൾ അള്ളാഹുവിന് സ്തുതി അർപ്പിച്ചു. അപ്പം അയാളോട് പറയപ്പെടുകയാണ്, എന്താ പറയപ്പെടുന്നത്? അമ്മ സദഖതുക് അലാ സാരിഖിൻ ഫലഅല്ലഹു അൻ യസ്തഈഫ അൻ സരിഖതിഹി വ അമ്മ الزانിയ ഫലഅല്ലഹ അൻ തസ്തഈഫ അൻ സിനാഹ വ അമ്മ الغنി ഫലഅല്ലഹു യഅതബിർ ഫയുൻഫിഖു മിമ്മാ ആതാഹു അല്ലാഹ്. ഇയാൾക്ക് വിഷമമുണ്ടായി. ആളുകൾ ഇങ്ങനെ പറഞ്ഞു നടന്നപ്പോൾ സദക്ക കൊടുത്തത് മൂന്നും അനർഹരുടെ കയ്യിൽ എന്ന പോലെയാണല്ലോ പറഞ്ഞു നടക്കുന്നത്. അയാൾക്ക് വിഷമമുണ്ടായി. പക്ഷേ ആ വിഷമിക്കുന്ന ഈ ഔദാര്യം നിർവഹിച്ച വ്യക്തിയെ കൊണ്ടുവന്നിട്ട് അയാളോട് പറഞ്ഞു, നിങ്ങളൊരു മോഷ്ടാവിനാണ് സദക്ക കൊടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ ഈ ഔദാര്യം ഒരു വേള അയാളെ ആ മോഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഒരു വ്യഭിചാരിണിക്കാണ് നിങ്ങൾ സദക്ക കൊടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ ഔദാര്യം അവളെ ഒരു വേള വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. ധനികന് നിങ്ങൾ സദക്ക കൊടുത്ത് ശരിയാണ്, നിങ്ങളുടെ സദക്ക ധനികൻ വാങ്ങി. പക്ഷേ നിങ്ങൾ സദക്ക കൊടുത്തത് ആ ധനികൻ ഒരു ഗുണപാഠമാവുകയും
ഇങ്ങനെ സ്വത്ത് സദക്കയായി നൽകണമെന്നുള്ള ഗുണപാഠം ഉൾക്കൊണ്ട് അയാളും ഭാവിയിൽ സദക്ക നൽകുന്നവനാവുകയും ചെയ്യും എന്ന് അയാളോട് പറയപ്പെട്ടതാണ്. അത് ശരിയാണ്. മോഷ്ടാവ് മോഷണം മതിയാക്ക്, വ്യഭിചാരിണി തൻ്റെ തെറ്റ് അവസാനിപ്പിച്ച്, ധനികൻ തൻ്റെ സ്വത്ത് മറ്റുള്ളവർക്ക് ദാനമായി സദഖയായി നൽകുവാനുള്ള പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുകയുണ്ടായി എന്നുള്ളതാണ്. ഇനി ഇമാം ബുഖാരി സഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ചരിത്രമാണ്. ഞാൻ അള്ളാഹുവിൻ്റെ അൽ ഗനി എന്ന പേരിനോട് അനുബന്ധിച്ച് വിഷയങ്ങൾ വായിച്ചപ്പോൾ ഈ ഒരു സംഭവം അത് നമുക്കൊരു പാഠം സമ്മാനിക്കുന്ന ഒരു സംഭവമായതിനാൽ ഇവിടെ ഞാൻ വായിച്ചത് നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രം. ഇൻഷാ അള്ളാഹ് നമ്മളുടെ ഹജ്ജിന് ശേഷമുള്ള 2 ആഴ്ച ക്ലാസ്സില്ല. ഇൻഷാ അള്ളാഹ് ഹജ്ജിന് ശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്ക് 2 ആഴ്ചകൾക്ക് ശേഷമുള്ള ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ മറ്റൊരു തിരുനാമം ഇവിടെ നമ്മൾ വിവരിക്കും. നമ്മളെല്ലാവരും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആയിരിക്കുക. നമ്മൾ പഠിച്ചു അള്ളാഹു അൽ ഗനിയാണ്, ധന്യനാണ്, പരാശ്രയമുക്തനാണ്. നമ്മളൊക്കെ ഫക്കീറന്മാരാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വരെ അള്ളാഹുവിനോട് പറഞ്ഞത്, റബ്ബേ നീ ചൊരിയുന്ന നന്മ അതിന് ഫക്കീറാണ് ഞാൻ, ആവശ്യക്കാരനാണ് ഞാൻ എന്നാണ്. അപ്പോൾ നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് ഫുഖറാക്കളാണ്, ആവശ്യക്കാരാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ ആശ്രിതരാണ്. അള്ളാഹുവാണ് നിരാശ്രയനായിട്ടുള്ളവൻ. അതുകൊണ്ട് ആ അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആയിരക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖിലേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ലിലാൽ ഈ പുണ്യത്തിൻ്റെ വേദിയിൽ, ഈ മസ്ജിദിൽ നമ്മളെ ഒന്നിപ്പിച്ചതുപോലെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ നമ്മളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒത്തുകൂടിയിരുന്ന പലരും മരിച്ച് മൺമറഞ്ഞവരാണ്. അള്ളാഹു അവരെത്തിപ്പെട്ട ഖബറിടങ്ങളെ സ്വർഗത്തിൻ്റെ ഒരു ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവരുടെ ഖബറിടങ്ങളെ അവരുടെ പാർശ്വങ്ങളിൽ വിശാലമാക്കട്ടെ. അള്ളാഹു അവരെയും നമ്മെയും ഒന്നിപ്പിച്ചതുപോലെ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമ ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ സൽപ്രവർത്തികൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് ഹജ്ജ് ചെയ്തവർക്ക് വീണ്ടും വീണ്ടും ഹജ്ജ് ചെയ്യുവാൻ അള്ളാഹു അവസരം ഏറ്റുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജ് ചെയ്യാത്തവർക്ക് പെട്ടെന്ന് ഹജ്ജ് ചെയ്യുവാനുള്ള തൗഫീഖും തുണയും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഹറമിനെ മനസ്സിലേറ്റി നടക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് അവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവർക്ക് വിശുദ്ധ ഹറമിൽ വന്ന് ഹജ്ജ് ചെയ്യുവാൻ, ഉംറ ചെയ്യുവാനുള്ള അവസരം അള്ളാഹു അവർക്ക് പെട്ടെന്ന് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ. اللهم احفظ لهذه البلاد أمنها ورخاءها. اللهم احفظ لهذه البلاد أمنها ورخاءها. اللهم احفظ لهذه البلاد أمنها ورخاءها. اللهم احفظ لهذه البلاد قيادتها وعقيدتها إنك ولي ذلك والقادر عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.